ഇപ്പോൾ 112ഓളം ആളുകളിവിടെ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. അതിൽ 42 കുടുംബങ്ങളാണ് ഇപ്പോൾ നിലവിലിവിടെ ആൾട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഈ അപകട സാധ്യത മേഖലയിലുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും മീനാക്ഷി, അരണമല, താഴെ കോളനി ഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ക്യാമ്പിലുള്ളത്. പിന്നെ ഏറ്റവും ഈ ദുരിതം അനുഭവിക്കാൻ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് താഞ്ഞിലോട് പ്രദേശത്തുള്ള ആളുകളാണ്. അവരൊക്കെ ഈ പുഴ സൈഡിലുള്ള ആളുകളൊക്കെ മാറ്റി സ്വന്തം ബന്ധു വീടുകളിലേക്കൊക്കെയാണ് താമസിക്കുന്നത്. 100-ൽ കൂടുതൽ കുടുംബങ്ങൾ ഇവിടെ നിന്നും മാറി താമസിച്ചിട്ടുണ്ട്. അവർ ബന്ധു വീടുകളിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇനി മണ്ണ് ഇനിയും പൂർണ്ണമായി അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രവർത്തികളൊക്കെ പൂർത്തിയായ ശേഷമായിരിക്കും ഇവിടെ തിരിച്ച് വീട്ടിലേക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. ഈ താഞ്ഞിലോട് പ്രദേശം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇപ്പോൾ ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ അവിടെ നിലവിൽ സാഹചര്യം ഉള്ളത്. അതുകൊണ്ട് ആ പ്രദേശത്തുള്ള ആളുകൾ കൊടുന്ന് താമസിപ്പിക്കണം എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. അതുകൊണ്ട് ഇത് മണ്ണ് മാറ്റിയതിന് ശേഷം അടിയന്തരമായ ഇത് നടപടി സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഇവിടെയുള്ള ആളുകളെ ഇങ്ങോട്ട് മാറ്റി പാർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ക്യാമ്പിൽ ഇവിടെ ഉള്ള ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണം, മറ്റാവശ്യ സാധനങ്ങൾക്കൊക്കെ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കും. എല്ലാം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ അകത്ത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മെമ്പർമാരുടെ മേൽനോട്ടവും ഇതിന് ഉണ്ട്. വേറെ എന്തെങ്കിലും നമുക്കിപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമോ അങ്ങനെ എന്തെങ്കിലും നിലവിലുണ്ട്? ആശങ്കപ്പെടേണ്ട സാധനം മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മണ്ണ് ഇടിയാനുള്ള സാധ്യത ഉണ്ട്. അതൊരു ആശങ്ക തന്നെയാണ്. അപ്പോൾ നിലവിലിപ്പോൾ ഈ ഭാഗത്ത് ഒരു കുടുംബങ്ങൾ താമസിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പിച്ചു. ഏകദേശം 99% ആളുകളും അവിടുന്ന് മാറി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ദിവ്യ, ഏകദേശം ഒരു കണക്കാണ് ഇപ്പോൾ വാർഡ് മെമ്പർ കൂടി സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് 110-ലധികം ആളുകൾ ഇപ്പോൾ ഈ ഒരു ക്യാമ്പിലുണ്ട്. അത് ഈ കള്ളാടി ഈ തുരങ്കപാത പദ്ധതി പ്രദേശത്ത് അപകട സാധ്യതയുള്ള മേഖലയിലെ മുഴുവൻ ആളുകളെയും മാറ്റി താമസിപ്പിച്ച ആളുകളാണ്. അവർക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല. പൂർണ്ണമായും മണ്ണ് നീക്കം ചെയ്തെങ്കിൽ മാത്രമേ അവിടേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യമുള്ളൂ. ഇപ്പോൾ മറ്റൊരു വാർഡ് മെമ്പർ ജിതിൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നമ്മൾ ഈ മണ്ണ് മാറ്റുന്നതിനെ കുറിച്ച് നമ്മൾ തന്നെ സംസാരിച്ചതാണ്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ മണ്ണ് മാറ്റാതെ തന്നെയല്ലേ അപകടത്തിൻ്റെ കാരണം? മണ്ണ് മാറ്റാത്തല്ല, ഇപ്പം നിലവിൽ സംഭവിച്ചിട്ടുള്ളത് ആ മേലെന്ന് മണ്ണ് ഇടിഞ്ഞു വന്നതാണ്. കാരണം അതിൽ ഇവരുടെ അടുത്ത് തുരങ്കപാതേൻ്റെ ആൾക്കാരുടെ അടുത്ത് ഇവരെ സേഫ്റ്റി ടീമുമായിട്ട് നമ്മൾ സംസാരിച്ചതാണ് ഇതിന് മുമ്പ്. വേനൽ മഴ വന്ന സമയത്ത് തന്നെ. കാരണം നമുക്ക് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് അറിയാം ഇതിൻ്റെ നീരുറവ് എത്ര ശക്തിയിൽ വരും എന്നുള്ളതൊക്കെ. പക്ഷെ ഇവരെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. ഇവർ സ്വാഭാവികമായിട്ടുള്ളൊരു ചാലെടുത്ത് വിട്ട് ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാക്കി അത് കവിഞ്ഞിട്ടാണ് വെള്ളം വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ആ സ്ലൈഡ് സംഭവിച്ചിട്ടുള്ളത്. സ്ലൈഡ് സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ വെറുതെ ആ കോൺക്രീറ്റ് അവിടെ സ്പ്രേ ചെയ്ത് നിർത്തിയതാണ്. സ്റ്റെപ്പായി എടുത്ത് ഭൂമി കട്ട് ചെയ്ത് മാറ്റിയത്, പിന്നെ സ്പ്രേ ചെയ്ത് നിർത്തിയതാണ്. അതിന് പകരം സ്ട്രോങ് ആയിട്ടുള്ള റിട്ടേണിംഗ് വാള് സംവിധാനം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ആ സ്വാഭാവികമായിട്ടുള്ള സ്ലൈഡ് ഉണ്ടായി. അതിൻ്റെ അതെ, അത് അടർന്നു വന്നതാണ്. കാരണം പാറേൻ്റെ മേലെ നിൽക്കുന്ന മണ്ണും മരങ്ങളുമാണ് അടർന്നു വന്നിട്ടുള്ളത്. അത് വന്ന കൂട്ടത്തിൽ കുറച്ച് കൂട്ടിയിട്ട മണ്ണിൻ്റെ കുറച്ച് ഭാഗം വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പം നിലവിൽ സംഭവിച്ചിട്ടുള്ളത് അവർ ഡംപ് ചെയ്ത മണ്ണ് ഇടിഞ്ഞു പൊളിഞ്ഞു വന്നതല്ല. ആ മണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അപകടം ഇതിനേക്കാൾ വ്യാപ്തി. ഇപ്പോഴും അവിടെ മണ്ണ് നമുക്ക് കാണാൻ കഴിയുന്നു. അതെ 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 മൂടിയത് ഇപ്പോഴും ഉണ്ട്. അതാണ് അവർ ഡംപ് ചെയ്തിട്ടുള്ളത്. ഈ ടാർപ്പായി ഇടാൻ തന്നെ ഞങ്ങൾ പഞ്ചായത്തിൽ ബോർഡ് കൂടി ചർച്ച ചെയ്ത് ഈ അപകട സാധ്യത ബോർഡിൽ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവരെ സ്ഥലം സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ ഇവരെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പഞ്ചായത്തിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്രട്ടറി എന്നുള്ള നിലക്കും പ്രസിഡന്റ് നിലക്കും പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കലക്ടർ വരെ ധരിപ്പിച്ചതാണ്. ഇത്രയും അപകടം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ടാർപോളിൻ കവർ ചെയ്തതുകൊണ്ട് ആ മണ്ണ് ഒലിച്ചിറങ്ങിയില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.